ഹായ്. വൈകുന്നേരമായിട്ട് എൻ്റെ കൂട്ടുകാരൻ്റെ പരിപാടി ഇതെന്താണെന്ന് എൻ്റെ കൂട്ടുകാർക്ക് അറിയാമോ? ഇത് വന്നിട്ട് കടുകാണ്. ഞാൻ ആക്ച്വലി ഇതുവരെയായിട്ടും കടുകിൻ്റെ ചെടിയോ മരമോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പച്ചക്കറി പാകിയപ്പം അതിനകത്ത് കടുകിൻ്റെ ഇതും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനാണെങ്കിൽ നട്ടപ്പം ഇത് കിളിച്ച് വന്നതാണ്. അപ്പോൾ ഈ കടുക് നന്നായിട്ടിപ്പം എന്താ പറയുക ഉണങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ ഈ ഒരു ചെടിയേ ഉള്ളൂ. എന്തായാലും എനിക്ക് ഒരു കറിക്കുള്ള കടുക് കിട്ടുമെന്ന് തോന്നുന്നു. പക്ഷെ ചെറിയ കടുകാണ്. എൻ്റെ കൂട്ടുകാരെ ഞാൻ കാണിക്കാം കേട്ടോ. കാണുന്നുണ്ടോ? കടുക് മണി പോലെ എന്ന് പറയുന്നില്ലേ, ഈ ഒരവസ്ഥയാണ്. ഇത്രയും ചെറുതാണ്, പക്ഷെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതിഞ്ഞ് പുഴുകാമെന്ന് വിചാരിച്ച് ഇതിങ്ങനെ പുഴുതിട്ട് ഇതിങ്ങനെ ഒടിച്ചിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഇതിൻ്റെ കടുക് ഇതുപോലെ പൊട്ടിച്ചെടുക്കണം. അപ്പോൾ ഇനി ഇതിവിടെ നിർത്തിക്കഴിഞ്ഞാൽ ശരിയാവില്ല. ഇനി അത് ഇതായിപ്പോൾ നന്നായിട്ട് ഉണങ്ങി. ഞാൻ പണ്ട് വിചാരിച്ചിരുന്നത് കടുകെന്ന് പറയുന്നത് വലിയൊരു മരമാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇത്രയും ചെറിയ ചെടിയാണെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് കേട്ടോ. അപ്പം എൻ്റെ കടുകിൻ്റെ വിളവെടുപ്പാണ് സംഭവം. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ഇങ്ങനെ മുറത്തിലോട്ട് ഇട്ടിട്ട് ഇതിങ്ങനെ പൊടിച്ച് ഇതിൻ്റെ കടുകിനെ പൊട്ടിച്ചെടുക്കണം. പക്ഷെ എങ്കിൽ ഇങ്ങനെ പിടിക്കുമ്പോഴേ വരുന്നുണ്ട് കേട്ടോ, കാരണം നന്നായിട്ട് ഉണങ്ങിയതാണ്. ഒരു കറിക്കുള്ള കടുക് കിട്ടും. അപ്പോൾ ഇതാണ് കടുക് എന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഇത് കാണിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിട്ടില്ലാത്ത എന്നെ പോലുള്ള എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചതാണ്. ഇതിങ്ങനെ ആക്കുമ്പോൾ തന്നെ കടുക് ഇതിനകത്ത് ഇങ്ങനെ വീഴുന്നുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് പൊട്ടിച്ച് ഇതിൻ്റെ ഇതൊന്ന് എടുക്കട്ടെ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ അടുക്കള കൃഷി ചെയ്യുന്ന ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് നട്ടാലും പിടിക്കൂല. ആദ്യം ഇങ്ങനെ വളർന്നിങ്ങനെ വരും കേട്ടോ. നമ്മൾ വിചാരിക്കുമോ എന്തായാലും എനിക്കുള്ള പച്ചക്കറി മൊത്തം എൻ്റെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിക്കും. അത് കഴിഞ്ഞ് അത് ഇച്ചിരി ഒന്ന് പിടിച്ച് അങ്ങോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, അതിനകത്താണെങ്കിൽ ഈ ഇത് എന്താ പറയുക ഉള്ളൻ കയറും. ഉള്ളൻ പറഞ്ഞാൽ എന്നാ, പുഴു പിടിക്കും. ആ പുഴു പിടിച്ചിട്ട് മൊത്തം നശിച്ചു പോകും. അപ്പോൾ നമുക്ക് സങ്കടം വരും. അപ്പോൾ ഞാൻ ഇനി മേലാൽ ഞാൻ ഇനി ഒരു കൃഷിയും ചെയ്യുന്ന പരിപാടിയില്ലെന്ന് പറയും. എപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ കൃഷി നിർത്തുന്നത്. അത് നിർത്തി കഴിഞ്ഞ് കുറേ നാൾ കഴിയുമ്പോൾ ഞാൻ വിചാരിക്കും, അയ്യോ ഒരു തക്കാളിയോ ഒരു പച്ചമുളകോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു, ഇവിടുന്ന് പറിച്ചെടുത്തുകൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും തുടങ്ങുമ്പോഴും സെയിം ഇതേ അവസ്ഥയാണ്. അതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി ചെയ്യുന്നതിനോട് ഇപ്പം ഭയങ്കര മടുപ്പ്. കാരണം എല്ലാം ഒരു എന്താ പറയുന്നത് കുറച്ചൊന്ന് പിടിച്ച് ഒന്ന് ഇതായി വരുമ്പോൾ ഉണ്ടല്ലോ മൊത്തത്തിൽ അങ്ങ് ഒരു പുഴു പിടിച്ച അവസ്ഥയാണ്. അതുകൊണ്ട് ഇപ്പം ബേജാറാണ്. പച്ചക്കറിയൊക്കെ നടുന്നത് പിന്നെ ഭയങ്കര മടിയാണ്. എന്നാൽ നമ്മളിവിടെ ബാംഗ്ലൂരിലെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ മണ്ണോ വളമോ അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് കിട്ടത്തില്ല. എന്നിട്ട് നമ്മൾ കഷ്ടപ്പെട്ടിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഇവിടെ നിന്നൊക്കെ പോയി മണ്ണൊക്കെ ചുമന്ന് കെട്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നൊക്കെ നമ്മളിവിടെ എന്താ പറയുക ഓരോന്നൊക്കെ നടുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ നട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഫലം നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഇപ്പം ഭയങ്കര ബേജാറായിട്ട് എൻ്റെ പച്ചക്കറി മൊത്തം പോയി. എല്ലാം ഒരു എന്താ പറയുന്നത് പുഴു പിടിച്ച ഒരു വല്ലാത്തൊരവസ്ഥ. അതിനി മൊത്തത്തിൽ ഒഴിവാക്കണോ അതോ ഇനി വേറെ പാകണമെന്നൊന്നും ഇനി ഞാൻ തീരുമാനിച്ചിട്ടില്ല. എൻ്റെ കൂട്ടുകാർ നോക്കി കണ്ടോ, എല്ലാം ഒരു സുഖമില്ലാത്ത അവസ്ഥ. മുളകൊക്കെ ആണെങ്കിൽ എത്ര നന്നായിട്ട് പിടിച്ച് വന്നായിരുന്നെന്ന് അറിയാമോ, മൊത്തം കുരുടിപ്പോയി കണ്ടോ. എല്ലാം ഒരുമാതിരി കുരുടി. തക്കാളി നോക്കി കണ്ടോ, പയറൊക്കെ നന്നായിട്ട് പിടിച്ച് വന്ന മൊത്തം പുഴു പിടിച്ചിട്ട് അങ്ങനെയും കരിഞ്ഞു പോയി. അതുകൊണ്ട് എനിക്ക് കൃഷി ചെയ്യാൻ ഭയങ്കര സങ്കടമാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ ഈ അടുക്കള കൃഷിയൊക്കെ. നമ്മൾ കൃഷി ചെയ്തിട്ട് അതിനകത്തുനിന്ന് ഒരു തക്കാളി ഒരു പച്ചമുളകൊക്കെ പറിക്കുമ്പോൾ നമുക്ക് അതിനകത്തുണ്ടാകുന്നൊരു സന്തോഷം അത് വേറൊന്നല്ല. പക്ഷേങ്കിൽ എന്തോ അറിയത്തില്ല, അത് പിടിച്ച് ഇങ്ങോട്ട് വരും, അപ്പോഴത്തേനും അതിനകത്ത് പുഴുക്കുത്ത് പിടിച്ചിട്ട് മൊത്തം നശിക്കും. അതുകൊണ്ട് ആകെ സങ്കടമാണ് എനിക്ക്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ കടുക് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് പാറ്റി പറക്കി ഒന്ന് എടുക്കട്ടെ. അങ്ങനെ ഞാൻ എൻ്റെ കടുക് ചെടിക്കകത്തുനിന്ന് എടുത്ത കടുക് കണ്ടോ, 2 പ്രാവശ്യം കടുക് ഇറക്കാനുള്ള കടുക് കിട്ടി. അല്ല, അപ്പോൾ ഞാൻ അത് കണ്ടിട്ട് വിചാരിച്ച എന്താണെന്ന് എൻ്റെ കൂട്ടുകാർക്ക് അറിയാമോ, ഈ കടുക് ഒരു ചെടിക്കകത്ത് നിന്ന് കിട്ടിയത് ഇത്രയും കടുകാണ്. ആക്ച്വലി കടുകിന് വിലക്കുറവല്ലേ. അപ്പോൾ നമുക്കൊരു 100 ഗ്രാം കടുക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തോരം ചെടിക്കകത്ത് നിന്ന് പറിക്കണമായിരിക്കും. അതെങ്ങനെയായിരിക്കും ഒരു ക്ലീൻ ചെയ്തെടുക്കുന്നത്? അതിനൊക്കെ മെഷീൻ ഉണ്ടാവുമായിരിക്കും അല്ലേ, അങ്ങനെയൊക്കെ ആയിരിക്കും. എന്തായാലും കടുക് ഇന്ന് വരെ കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ കടുക് കണ്ടു, അതെൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കണ്ടത്. ടേക്ക് കെയർ, ബൈ, സീ യു.